ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കലാപരിപാടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അയ്യോ, എന്നെ ആരൊക്കെ അടിക്കുന്നത്? ആരാ അടിക്കണേ? ഈ കുഞ്ഞു കുത്തി എന്നെ കതിക്കുന്നോ? അയ്യോ, ചാടല്ലേ, കൊക്കേറിയിട്ട് ചാടല്ലേ കുഞ്ഞേ, നമ്മുടെ സ്വത്തമ്മേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചായ വെക്കാം. ഞാൻ പൊതുവേ ചായ കുടിക്കാറില്ല. കുറച്ച് ചായ വെക്കാം. പൊതുവേ ചായ കുടിക്കാറില്ല. ഇന്ന് ഞാൻ കടി വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു. സോ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾക്ക് കുടി കഴിഞ്ഞ് വരുമ്പോൾക്ക് കുടിക്കാൻ പാകത്തിന് ചൂടായിട്ടുണ്ടാവും. സിമ്പിൾ പരിപാടി. പഞ്ചസാരക്ക് പകരം നമ്മൾ ശർക്കരയാണ് ഇടുന്നത് ഗൈസേ. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ടു ടാസ്ക്. ആദ്യം നമുക്ക് ഇവർക്കുള്ള ഫുഡ് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ട എല്ലാവരും വെയിറ്റിംഗ് ആണ്. അല്ലെങ്കിൽ അവിടെ തന്നെ പച്ച വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല. തുറക്കട്ടടാ. ഓ, ഈ പണ്ടാരം കിട്ടൂലല്ലോ. നിൽക്കലൊക്കെ ഇത് കൊടുത്തിരിക്കില്ല. അവരെന്നെ ചായ കുടിക്കാൻ സമ്മതിക്കില്ല. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ അരിട്ട ചായ കൂടെ കഴിയുമ്പോൾ നമുക്ക് കഞ്ഞി തിളച്ച് കിട്ടും. സമാധാനത്തോടെ ചായ കുടിക്കുക. ഇടക്കിടയ്ക്ക് നീച്ച് ചേർക്കാനെങ്കിൽ പിന്നെ വെള്ളം വെച്ചിട്ടൊന്ന് പോയിരുന്നാൽ അരിടാൻ വരണം, ഇളക്കാൻ വരണം, കഴുകാൻ വരണം. ഇങ്ങനെ പോയാൽ മതി. ഇന്ന് ആർഭാടായിട്ടൊന്നുമില്ല. കഞ്ഞി, ചമ്മന്തി, മുളക് പൊരിച്ചത്. ദാറ്റ്സ് ഓൾ. ചായ കുടിക്കാനോ? നമുക്ക് ചായ കുടിക്കാനോ? ശർക്കര ചായ ആടരുത്. അടിയിൽ കുറേ ആൾക്കാരെ ആട്ടാൻ നിൽക്കുന്നുണ്ട്. പോടാ. കഞ്ഞി ആകുമ്പോഴേക്കും ചമ്മന്തി ഇറക്കാം. കഞ്ഞിയും ചമ്മന്തി. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടാകും. ലൈറ്റിൻ്റെ പ്രശ്നം. നമുക്ക് ഈ ഒരു കഷ്ണം മാത്രം മതി. ഈ കഷ്ണം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിലെന്താ പറ്റി ഗൈസ്? ഫ്രിഡ്ജിനെന്താ പറ്റി? തുറക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ നോക്കാം. കണ്ടാ വന്ന് നീ കാണൂല. കണ്ട കണ്ട, ഇത് കണ്ടിട്ടാണ് അവിടെ അടി അടി വേണോ? അമ്മ പൊന്നേ, ശുണ്ടടി ശുണ്ടടി അടി പോ. ചമ്മന്തി അരക്കാൻ നാളികേരം നമുക്ക് പൂണ്ടെടുക്കാം. ചേടാ, ഇത് വലിയ കഥയാണല്ലോ. കൊച്ചെ ഇറങ്ങടി, ഇറങ്ങടി. എന്റെ പൊന്നു കൊച്ചെ. തരാ 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 തരാ. പൂച്ചകൾക്ക് ഭയങ്കര നാളികേരം ഇഷ്ടമാണ്. അത് ആ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പം ചമ്മന്തി ഇറക്കാൻ
കിട്ടുമെന്ന് അറിയില്ല. പൊടി എന്തുവാ ഇത്? മറ്റേ സത്യം പറഞ്ഞപ്പോൾ വർത്തനം പറഞ്ഞ് നാളികേരം പൂണ്ടാൽ നമ്മൾ ഇറച്ചി ചമ്മന്തി ഇറക്കേണ്ടി വരും. ഇറച്ചി ചമ്മന്തി അതാണ് ഒരു ഞാനേ ഇത് മൊത്തത്തിൽ പൂണ്ട് കഴിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ നൂലുമ്പാണ്. ഇറച്ചി ചമ്മന്തി കൂട്ടാൻ താല്പര്യമില്ല അപ്പം തീരെ കേട്ടോ. നാളികേരം പൂണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുളിയിടാം. ഈ ഓവറാവും കുറച്ച് മതി. പുളിയോട് ചെലുത്തോ. പച്ചമുളക് ഇടാം. ഫ്രിഡ്ജിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. കൈയിട്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കത്തി വരാൻ നക്കുന്ന ഇവിടെ. ശുണ്ടിടി വിരി കാട്ടിലടി പെണ്ണാളെ. ചമ്മന്തി വന്നാൽ അങ്ങനെ എരി ഇങ്ങനെ വേണം. അത് കഞ്ഞിയിലോട്ട് മതിയല്ലേ? ഓവറാവോ? തിളങ്ങുന്ന വാഹിനി ഇറങ്ങി 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 ഇറങ്ങി. അമ്മ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ആയുസ് കുറയും. കുറച്ച് ഉപ്പിടാം. അരക്കട്ടെ. അത് ചമ്മന്തിയാണ്. പോണം. ഇനി മാറി നിൽക്ക്. കുഞ്ഞേ മാറി നിൽക്ക്. നമ്മൾക്ക് പിന്നെ മിക്സ് ഇട്ടാലോ എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കിയാലോ പ്രശ്നമില്ല. ചെവി വയ്ക്കില്ല നമുക്ക്. അങ്ങനെ മിക്സി ഇളക്കി കൊടുത്താൽ സൈഡിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ അടുക്കന്നെ വന്നോളൂ. ടെക്നോളജിയ അങ്ങനെ ചമ്മന്തി റെഡിയായി. ഇനിയൊന്നുമില്ല. കഞ്ഞി വെന്ത മുളക് പൊരിക്കുക. കഞ്ഞി വെന്തോ നോക്കണം. നോക്കട്ടെ. വെന്തിട്ടില്ല. തുണികൾ മടക്കി വെക്കാനുണ്ട്. ചുണ്ടിടി തുണികൾ മടക്കി വെച്ചിട്ടില്ലേ രാവിലെ അലക്കിയിട്ട് പോണതാ. വൈകുന്നേരം വരുമ്പോ ഇല്ല വെയിൽ മൊത്തം കൊണ്ട് ഉണങ്ങിയിട്ടുണ്ടാവും. പെട്ടെന്ന് അവൾ അരിയാണ്. അപ്പം നമ്മൾ എന്താ പറയുക വേഗം ഫുള്ളാക്കാതെ വേഗാനായി എന്നൊരവസ്ഥ വരുമ്പോൾ ഇറക്കി വയ്ക്കും. കഞ്ഞിയല്ലേ വല്ലാതെ ഓവറായി വേണ്ട. പായസം ആവും. പിന്നെ നമ്മൾ കഞ്ഞിക്ക് പകരം പായസം കുടിക്കേണ്ടി വരും. അപ്പം നമ്മൾ കൊണ്ടാട്ടം പൊരിക്കാം. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എണ്ണ വെച്ചപ്പോൾ അത് അങ്ങ് പെട്ടെന്ന് വീണ് പോയി. എടുക്കാനുള്ള അവകാശം കിട്ടിയില്ല. ഇത് രാവിലെ. അയ്യോ അത് ഒഴിവുണ്ടാകുമ്പോൾ എടുക്കണം. ആഴത്തിൽ തന്നെ വീണാലും മതി. ഇത്രയൊന്നും ആവശ്യമില്ല. ഇരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ചെയ്യലില്ല. ഞാൻ റെക്കോർഡ് ചെയ്യാനാണ്. ഓൺ വോയിസ് പറഞ്ഞ് അത്ര വലിയ പരിചയമില്ല.
അത് റെഡിയായി അടച്ചു വെക്കട്ടെ. ഇല്ലെങ്കിൽ എൻ്റെ പിള്ളേർ മീനിട്ട് എടുത്തോണ്ട് പോകും. അങ്ങനത്തെ സയൻസ് ടീമാണ് എൻ്റെ പിള്ളേർ. അല്ല സുന്ദരി, അത് മുത്തുമണി. കിടക്കാൻ വെച്ചപ്പോൾ കുറച്ചു നേരം കിടന്നപ്പോൾ ഇതാണ് ഓരോരുത്തരെ പണി കണ്ട. മാധവൻ അരഞ്ഞാണം കട്ട പോലെ ഇവന് പാൽച്ചരം കക്കാൻ വന്നതാ, അതുകൊണ്ട് കളിച്ചോണ്ടിരിക്കുക. ആരാടെ പാൽച്ചരം അടിച്ചോണ്ടാവും നോക്കണത്. കുറച്ചധികം നേരമായി നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കണേ. ഇപ്പം സമയം 9:30 നമുക്ക് കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിക്കാൻ പോലും സമാധാനം തരാത്ത മക്കളാണ് എനിക്ക്. എന്ത് ചെയ്യാൻ. അപ്പം ഞാൻ കഞ്ഞി എത്രയുണ്ട് കഴിക്കാൻ. നമുക്ക് ചമ്മന്തി ഉണ്ട്, പിന്നെ ഉച്ചക്കത്തെ മീൻ പൊരിച്ചതുണ്ട്, പിന്നെ 2 കൊണ്ടാട്ട മുളകുണ്ട് കേട്ടോ. കഞ്ഞി കുടിക്കാൻ വരൂ. ഞാൻ ഇങ്ങനെ കൈയിട്ട് കുടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. ലൈറ്റില്ലോടത്ത് എൻ്റെ മക്കൾ എന്നെ കഞ്ഞി കുടിക്കാൻ സമ്മതിക്കൂല. അവസ്ഥ എനിക്കങ്ങനെ കൈ കൊണ്ട് എന്തൊരു കഷ്ടമാണ് നോക്കണം. എന്തെങ്കിലും കഴിക്കാറുണ്ട് അപ്പം എനിക്ക് മൂക്കടിക്കും. കഞ്ഞി കുടിച്ചിട്ട് വരാം. കഞ്ഞുടി കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കഴുകി വെച്ചു. ഇപ്പം സമയം 10 മണിയായിട്ടോ. എനിക്ക് നന്നായിട്ട് ഉറക്കാൻ വരുന്നുണ്ട്. ബിക്കോസ് ഇന്നലെ ഉറങ്ങിയപ്പോൾ ജസ്റ്റ് 2 മണിയായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 2 മണി. അപ്പോൾ അതുകൊണ്ട് ഇന്നെങ്കിലും നേരത്തെ കിടക്കാൻ നോക്കട്ടെ. വയ്യ. അപ്പം അത്രയുള്ള വീഡിയോ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം അത്രയുള്ളൂ. ടാറ്റാ, ഗുഡ് നൈറ്റ്.